താരങ്ങളുടെ സംഘടനയായ അമ്മയിലെ തർക്കം പരിഹരിക്കാനായി ശ്വേതാ മേനോനെ ശ്രീ രമേശ് പിഷാരടി ഫോണിൽ വിളിക്കുന്നു. ശ്വേത ഫോൺ സംഭാഷണം മുഴുവനും റെക്കോർഡ് ചെയ്ത് അത് മാധ്യമങ്ങൾക്ക് നൽകുകയും മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒപ്പം തന്നെ ടിനി ടോമിനെ കുറിച്ചും അൻസിബയെ കുറിച്ചും രമേശ് പിഷാരടിയെയും ശ്വേതയെയും കുറിച്ചൊക്കെ വിമർശനാത്മകമായി ചില കാര്യങ്ങൾ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ആദ്യം രമേശ് പിഷാരടിയുടെ ഒരു കാര്യമെടുക്കാം. രമേശ് പിഷാരടി പാലക്കാട് MLA ആയതുകൊണ്ടല്ല ശ്വേതയെ വിളിച്ചതെന്നും അമ്മയിലെ ഒരു താൽക്കാലിക കമ്മിറ്റിയിലെ കൺവീനറായി രമേശ് പിഷാരടി ചുമതല വഹിക്കുന്നത് കൊണ്ടാണ് ശ്വേതയെ വിളിച്ചത് എന്നുമാണ് മനസ്സിലാക്കുന്നത്. വളരെ മാന്യമായ രീതിയിൽ രമേശ് പിഷാരടി അവരോട് സംസാരിക്കുകയും പ്രശ്നങ്ങളുടെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം വ്യഗ്രതപ്പെടുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് ആ ഒരു ചെറിയ ആ ശബ്ദ ശകലങ്ങൾ കേട്ടപ്പോൾ മനസ്സിലായത്. ശ്വേതാ മേനോൻ ചെയ്തത് അക്ഷരാർത്ഥത്തിൽ തെമ്മാടിത്തരമാണ്. ഒരാള് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യുക, മൂന്നാമതൊരാൾക്ക് കൈമാറുക, അത് പൊതുസമൂഹത്തെ അറിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഇത്രയും വലിയ സംഘടനയുടെ പ്രസിഡന്റ് ആയിരിക്കാൻ ഒട്ടും യോഗ്യതയില്ല എന്ന് തന്നെയാണ്. കാരണം ആ ഒരു പറയുന്ന വ്യക്തിയെയും വിശ്വാസമില്ല, താൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുമില്ല. എന്നാൽ ഈ പറയുന്ന വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും പിശക് പറ്റിയാൽ ഇയാളെ ഈ ഒരു പ്രശ്നം വെച്ച് കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കണം ശ്വേത അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് പ്രേക്ഷകർ കണ്ടുപിടിക്കട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് മസാല കൂട്ടി കേരളത്തിലെ മാധ്യമങ്ങൾ അത് പുറത്തുവിടുകയും ചെയ്യുകയാണ്. ഇതൊക്കെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ശ്വേത ചെയ്തത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്വേത രാജിവെച്ചു എന്ന് പറയുന്നു, രാജിവെച്ചില്ല എന്ന് പറയുന്നു, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പിന്തുണ ശ്വേതയ്ക്കുണ്ട് എന്ന് പറയുന്നു. ഒരു കാരണവശാലും മമ്മൂട്ടി എന്നല്ല, മോഹൻലാൽ എന്നല്ല, ആര് പിന്തുണ നൽകിയാലും ശ്വേത ഇനി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ ഒട്ടും യോഗ്യതയല്ല. കാരണം ശ്വേതയുടെ അമ്മയുടെ പ്രസിഡന്റ് ആവാൻ ആ സമയത്തൊക്കെ വലിയ വിവാദം ബാബുരാജൊക്കെ നടത്തിയിരുന്നു. അതിനൊക്കെ ശ്വേതയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്ത വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു, ഇതൊക്കെ രാഷ്ട്രീയമായ ഒളിയമ്പുകളായി മാറുന്നു എന്നുള്ളിടത്താണ് ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ കലാകാരന്മാരെ വിമർശിക്കാനോ അവരെ വേദനിപ്പിക്കാനോ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാൻ. ശ്രീ രമേശ് പിഷാരടി അഭിനയം നിർത്തി എന്ന് പറഞ്ഞിട്ട് വലിയ ഭൂകമ്പം ഉണ്ടാക്കാൻ മാധ്യമങ്ങൾ ശ്രമിച്ചു. ഇവിടെ മമ്മൂട്ടിയും മോഹൻലാലും അഭിനയം നിർത്തിയാൽ പോലും ഇവിടെ മലയാളം ഇൻഡസ്ട്രിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് കൊല്ലത്തിൽ 4-5 സിനിമ ചെയ്യുന്ന രമേശ് പിഷാരടി അഭിനയം നിർത്തിയാൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ശ്രീ രമേശ് പിഷാരടിക്ക് അറിയാം. തൻ്റെ പോരായ്മകൾ അറിയാം, തൻ്റെ പരിമിതികൾ അറിയാം. അതൊക്കെ അറിയുന്ന മനുഷ്യനാണ് ശ്രീ രമേശ് പിഷാരടി. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു വ്യത്യസ്തനായ മനുഷ്യനാവുന്നത്. ഇവിടെ ടിനി ടോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രമേശ് പിഷാരടി തൻ്റെ പരിമിതികൾ മനസ്സിലാക്കി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും ഒരിക്കലും തോൽക്കില്ല എന്ന ഒരു മണ്ഡലം ചോദിച്ചു വാങ്ങുകയും അവിടെ മത്സരിക്കുകയും അവിടെ MLA ആവുകയും ചെയ്തൊരു വ്യക്തിയാണ്. പാലക്കാടല്ലാതെ വേറെ എവിടെ നിന്നാലും ഒരുപക്ഷെ രമേശ് പിഷാരടി വിജയിക്കും എന്ന് വലിയ ഉറപ്പൊന്നുമില്ല. കാരണം അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു രാഷ്ട്രീയ നേതാവൊന്നുമല്ല. രാഷ്ട്രീയത്തിൽ നിന്നും ഒരുപാട് അകലെ നിൽക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ഗ്ലാമർ കണ്ടിട്ടാണ് പാലക്കാട്ടുകാർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. ഒപ്പം കോൺഗ്രസിന്റെ വളരെ ശക്തമായ മണ്ഡലം ആയതോടുകൂടിയാണ്. തന്റെ നർമ്മം ഇനി ജനങ്ങളിൽ വലിയ രീതിയിൽ വർക്കൗട്ട് ആവില്ല എന്നും താൻ പറയുന്ന നർമ്മങ്ങൾ ബോഡി ഷെയ്മിംഗ് ആവുമെന്നും മറ്റുള്ളവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതാവുമെന്ന് സ്വയം തിരിച്ചറിവിന്റെ പുറത്താണ് ശ്രീ രമേശ് പിഷാരടി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവേശനം നടത്തിയത് എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഫോളോവേഴ്സ് എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം രാഷ്ട്രീയത്തിനോടുള്ള താല്പര്യവും ജനങ്ങളെ സേവിക്കാനുള്ള ആ മനോഭാവവും ആ മനസ്സുമാണ്. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ നിയമസഭാ സംഭാഷണത്തിലൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് കൂടിയാണ്. എന്നാൽ ഇവിടെ തൻ്റെ പരിമിതികളെ മനസ്സിലാക്കുന്ന രമേശ് പിഷാരടിയുടെ ആ ക്വാളിറ്റി ഒട്ടും തന്നെ ഇല്ലാത്ത വ്യക്തിയാണ് ശ്രീ ടിനി ടോം. ടിനി ടോം കഴിഞ്ഞ ദിവസം ലാലേട്ടനൊക്കെ അനുകരിച്ച് വലിയ വിവാദമായതാണ്. മുമ്പ് പ്രേമനസീറിനെ കുറിച്ച് പറഞ്ഞ് വലിയ വിവാദമായതാണ്. താൻ എന്തു പറയണം എന്ന് യാതൊരുവിധ
ഐഡിയ ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. ടിനി ടോമിനെ വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്നതാണ്. KS പ്രസാദിന്റെ ഒക്കെ മിമിക്രി ട്രൂപ്പുകളിൽ നിന്ന് EK നായനാരെയൊക്കെ കുറിച്ച് സ്കിറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ മാനറിസങ്ങൾ അതിമനോഹരമായിട്ട് മലയാളികളുടെ മുന്നിൽ കാഴ്ചവെച്ച മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ശരീരം അത്ര ഫ്ലെക്സിബിൾ അല്ല എന്നുള്ളതും അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല എല്ലാ രാഷ്ട്രീയക്കാരുടെ അടുത്തും പോയിട്ട് വലിയ രീതിയിൽ ഞാൻ അതിൻ്റെ ആളാണ്, ഞാൻ വ്യക്തിപരമായിട്ട് ഇയാളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, എനിക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ തോണിയിലും കാല് വെക്കാൻ പോകുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. ഇന്നസെന്റ് MP ആയിരുന്നപ്പോൾ ഇന്നസെന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫാമിലിയിലെ ഏറ്റവും അടുത്ത ആള്. തന്റെ ഇടവകയിലെ ആളാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് പ്രത്യേക സ്നേഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഡയലോഗ്സുകൾ ഇന്നസെന്റും ഞാനും ഒക്കെ ഭയങ്കരമാണെന്ന് പറഞ്ഞിട്ട് നടന്നിരുന്നത്. പിന്നീട് സുരേഷ് ഗോപി MP ആയപ്പോൾ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തത് കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും അതിൽ എൻ്റെ ഇടവകയിലുള്ള ആളും എൻ്റെ അമ്മയുടെ ബന്ധത്തിലും അച്ഛൻ്റെ ബന്ധത്തിലും എല്ലാവരും കൂടി വോട്ട് ചെയ്തിട്ട് ഞങ്ങളാണ് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ കാത്തു നിന്ന് സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കാൻ പോയ മനുഷ്യനാണ് ടിനി ടോം. ഇതേ ടിനി ടോം ആണ് VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ അതിരാവിലെ VD സതീശന്റെ വീട്ടിൽ പോയിട്ട് കെട്ടിപ്പിടിക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും എൻ്റെ മുത്തശ്ശൻ്റെ ബന്ധുവാണ്, എൻ്റെ മുത്തശ്ശൻ പക്ക കോൺഗ്രസ്സുകാരനായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര ഡയലോഗ് അടിച്ചത്. സത്യത്തിൽ ടിനി ടോമിന്റെ രാഷ്ട്രീയം എന്താണ് എന്നുള്ളത് ടിനി ടോമിന് പോലും അറിയില്ല. നാളെ ഏതെങ്കിലും ഒരാള് വേറെ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് അവിടെയും ടിനി ടോം ചെല്ലും, എന്നിട്ട് ആ രാഷ്ട്രീയക്കാരനാണെന്ന് പറയും. ഇതിന്റെ ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് തനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരോടും വലിയ പിടിപാടാണ്. അതുകൊണ്ട് താൻ ഇവിടെ എന്ത് തോന്നിവാസവും കാണിക്കും, അതിനൊന്നും ആരും കുറ്റം പറയരുത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പോക്ക്. കാരണം അൻസിബയെ ജിഹാദി എന്നൊക്കെ വിളിക്കുന്നത് തമാശയ്ക്കാണെങ്കിൽ പോലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുക എന്നുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത മനുഷ്യനായി മാറി ടിനി ടോം എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം പല സംഘടനകളുടെ ഭാഗമായിട്ട് ഒരുപാട് കലാകാരന്മാരെ മലയാളികൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരം മനസ്സുള്ള ആളുകൂടിയാണ് എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. ഇന്ന് കാണുന്ന പല TV ഷോകളുടെ ഒക്കെ തന്നെ ടിനി ടോം നേതൃത്വം നൽകിയിട്ടുള്ള നല്ല പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ടിനി ടോം കാണിക്കുന്നു എന്നുള്ളത് ഭയങ്കരമായി നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന ഒന്നാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അൻസിബയാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേട്ടോ, ഈ രമേശ് പിഷാരടി ആവട്ടെ, ശ്വേതയാവട്ടെ, ടിനി ടോം ആവട്ടെ, അൻസിബി ആവട്ടെ, ഇവര് 4 പേരും ഒരു പക്ക ക്യാരക്ടർ, ഇതാ നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഇത് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള നവരസങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഉള്ള ഒരു ക്യാരക്ടർ ഇവർക്ക് 4 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരാൾ പോലും അതിന്റെ ഒരു തീവ്രത മനസ്സിലാക്കിയിട്ട് അതിന്റെ പീക്ക് ലെവലിൽ അഭിനയിക്കാൻ ശേഷിയില്ലാത്തവരാണ്. 100% അത് ഉറപ്പാണ്. കാരണം ഒരു നല്ല കലാകാരന്മാർക്ക്, നല്ല കലാപരമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക്, ഉദാഹരണത്തിന് മലയാള സിനിമയിലെ എന്താ പറയാ ഏത് വേഷവും കൈകാര്യം ചെയ്യുന്ന ജഗദീഷ് ശ്രീകുമാറിനെ പോലെയുള്ള ആളുകളുടെ പോലെയൊക്കെ കഴിവുള്ളവരാണ് ഇവരെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടിക്കൊന്നും ഇവർ ആരും നിൽക്കില്ല. ഇവർക്ക് കേസിന് പോകാൻ സമയമുണ്ട്, ഇവർക്ക് സ്റ്റേഷനിൽ പോകാനും പോലീസുകാരെ കാണാനും ഇതിനൊക്കെ സമയമുണ്ട്. ഇതൊക്കെ ആയിട്ട് നടക്കുകയാണ്. ഈ കാര്യം ഏറ്റവും കൂടുതൽ ഇങ്ങനെ പറയണമെന്ന് തോന്നിയത് അൻസിബ ഇന്ന് രമേശ് ചെന്നിത്തലയിൽ വിളിച്ചു. അപ്പൊ രമേശ് ചെന്നിത്തല അൻസിബയോട് ചോദിച്ചു, ഈ കേസിന് FIR ഇട്ടിട്ടുണ്ടോ, അതായത് ടിനി ടോം ജിഹാദി എന്നൊക്കെ വിളിച്ചതിന് FIR ഇട്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അൻസിബ പറയുന്നു ഇല്ല എന്ന്. അടുത്ത നിമിഷം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അൻസിബയെ വിളിച്ചിട്ട് പറയുന്നു FIR ഇട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അൻസിബ പറയാണ്, ഒരു ആഭ്യന്തര മന്ത്രി വിളിച്ച് പറഞ്ഞിട്ട് പോലും പോലീസുകാർ അതിന് FIR ഇടുന്നില്ല ആ കേസിനെ എന്ന് പറയുകയാണ് പത്രസമ്മേളനത്തിൽ. ഒരു സഹപ്രവർത്തകൻ മറ്റു സഹപ്രവർത്തകയോട് ജിഹാദി എന്ന് വിളിച്ചത് തമാശയ്ക്ക് വിളിച്ചതാണ്. അദ്ദേഹം 2 പേരുടെയും ബാക്ക്ഗ്രൗണ്ടുകൾ ചെക്ക് ചെയ്താൽ നമുക്കറിയാവുന്നതാണ്. ആരും തീവ്രവാദികളല്ല, കലാകാരന്മാരാണ്. സ്റ്റേജിനും സിനിമയ്ക്കും വേണ്ടി നെട്ടോട്ടം ഓടുകയും നല്ല കഥാപാത്രങ്ങളും നല്ല സ്റ്റേജും കിട്ടിക്കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ വേണ്ടി ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളൊക്കെയാണ്. ഇവരുടെ പുറകില് അത്ര തീവ്രവാദി ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ല. മലയാളികൾ വർഷങ്ങളായിട്ട് കാണുന്നവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചിട്ടെങ്കിലും ഇവർക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പ് ആക്കേണ്ടതാണ്. ഇതിന്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ ഒരു വാശിപ്പുറത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൊതുസമൂഹത്തെ എത്രത്തോളമാണ് ബാഡായിട്ട് ബാധിക്കുന്നത് എന്നുകൂടെ ചിന്തിക്കണം. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു കഴിവുള്ള വ്യക്തി അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഏത് മേഖലയിലും നല്ല കാര്യങ്ങളൊക്കെ
ഹൈഡ് ചെയ്യാനും ചീത്ത കാര്യങ്ങളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ഇവരെ പോലെയുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നല്ല ഹൃദയമുള്ളവരാണ് കലാകാരന്മാർ. എല്ലാ കാര്യങ്ങളെയും പൊറുക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ കലാകാരന്മാർ. സർഗാത്മകതയുടെ യഥാർത്ഥ മുഖമെന്ന് പറയുന്നത് പൊറുക്കുക, ക്ഷമിക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് കലാകാരന്മാരാക്കുന്നത്. അപ്പോൾ കലാകാരന്മാർ രാഷ്ട്രീയക്കാരാവരുത്, രാഷ്ട്രീയ പകവോക്കുന്നവരാവരുത്. രാഷ്ട്രീയക്കാർ പോലും സർഗാത്മകതയുടെ മനസ്സ് ഉൾക്കൊണ്ടുകൊണ്ട് പല കാര്യങ്ങളെയും പൊറുത്തും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ തീവ്രത കൊടുത്ത്, ഇന്റൻസിറ്റി കൊടുത്ത് ഇത്തരം കാര്യങ്ങളെ സമീപിക്കാതിരിക്കുക, അതാണ് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അൻസിബയ്ക്കും ടിനി ടോമിനുമൊക്കെ ചെയ്യാനും ചിന്തിക്കാനുമൊക്കെ കഴിയട്ടെ. മഞ്ഞുരുകട്ടെ, നല്ലത് സംഭവിക്കട്ടെ, മലയാള സിനിമയിൽ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.